ഗുഡ് ഈവനിങ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇന്നും ചക്ക വേവിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാസർഗോഡൻ രീതിയിലുള്ള ചക്ക വേവിക്കുന്നതാണ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ ജില്ലയുടെ കണ്ണൂർ രീതിയിൽ ഞങ്ങളൊരു ചക്ക വേവിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു സന്ധ്യാസമയമാണ്. അപ്പോൾ നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക ഞങ്ങൾ വേവിക്കുന്ന വിധം കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ, അമ്മ, ആൻറ്റി, ഞങ്ങൾ 3 പേരുമാണിത് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ആൻറ്റി. നിങ്ങൾ കഴിഞ്ഞ എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കാച്ചിലൊക്കെ കിളക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ആൻറ്റി ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഹോബി ഇതാണ്, കാച്ചിലുകളൊക്കെ അതേപോലെ ചക്ക പറിക്കുക, ചക്ക വേവിക്കുക. അപ്പോൾ ചക്ക ഞങ്ങളിതാ ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ അമ്മയും അതുപോലെ തന്നെ മീനും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാം റെഡിയാക്കി. ഇനി ബാക്കി വിശേഷങ്ങൾ വേവിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച ശംഖുപുഷ്പമാണ് ഇത്. പ്രാവശ്യം നന്നായിട്ട് പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടത് വയലറ്റ് ഇളനീല കളർ ശംഖുപുഷ്പമാണ്. ഇത് വൈറ്റ് കളറാണ്. അങ്ങനെ നമ്മൾ ചക്ക വൃത്തിയാക്കി അത് കഴുകി കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചക്ക കഴുകാറില്ല, നന്നായിട്ട് തന്നെ വൃത്തിയാക്കി അത് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങളത് പുറത്തുനിന്ന് ഇത് വൃത്തിയാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു സംശയം, അതുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് കഴുകിയത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. നമ്മളതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വരിക്ക ചക്ക ആയതുകൊണ്ട് അത് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ നന്നായിട്ട് വേവും ചെയ്യും. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് നേരെ സ്റ്റൗവിലോട്ട് വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ അതിൻ്റെ പാകം അതാണ്. ഒരു വിസിൽ വന്ന ശേഷം നമ്മളത് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ആവി പെട്ടെന്ന് കളയരുത്, അത് തീരുന്നത് വരെ വെക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് വേവ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ 2 വലിയ ചക്കയാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു മുഴുവൻ തേങ്ങ, ഒരു പച്ചമുളക്, ഒരു 10 എണ്ണം ചെറിയ പച്ചമുളകാണിത്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. പിന്നെ കുരുമുളക് നമ്മൾ മുഴുവനായിട്ട് കഴുകിയിട്ടാണ് ഇടുന്നത്. ഇത് നമ്മൾ സാധാരണ എല്ലാവരും പൊടിയൊക്കെ ചേർക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് ചേർക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചേർത്ത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ചക്ക വേവിച്ചിട്ട് ഇങ്ങനെ മുതുമനോടെ മുഴുവനായിട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർക്കുന്നു. പിന്നെ ചേർക്കുന്നത് ജീരകമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റിലേക്ക് വരിക. ജീരകം ഒരു 1.5 സ്പൂൺ, ഇത്രയേ ഉള്ളൂ, 1 സ്പൂൺ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് അത് കുഴച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ തേങ്ങയൊക്കെ നന്നായി നമ്മൾ കൈകൊണ്ട് അതൊന്ന് കുഴച്ചെടുത്തു. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് അതൊന്ന് ഒതുക്കിയെടുക്കുകയാണ്. ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നന്നായിട്ട് ഒതുങ്ങി വരും. നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൽ കറക്റ്റ് പാകം. നമുക്ക് വറുത്തിടാനുള്ള ചുവന്ന മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും. സാധാരണ നമ്മൾ കുക്കറിൽ ഇത് ചക്ക വേവിക്കുമ്പം തന്നെ അതിലേക്ക് ഈ അരപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിക്കാറ്. പക്ഷേ നമ്മളിപ്പോൾ വേറൊരു മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ഇപ്പോൾ കാണിച്ചു തരാം. അതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് കേട്ടോ. നമ്മളിനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതിനെ ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളാദ്യം കടുക് ചേർക്കുകയാണ്. കറിവേപ്പില, ചുവന്ന മുളക്, ഇനി നമ്മൾ അതിൻ്റെ ഈ തേങ്ങ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ, ഒതുക്കിയ തേങ്ങ, അത് നമ്മൾ ചേർക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയാണ് നമ്മളത് എണ്ണയൊന്ന് വാട്ടിയെടുക്കുന്നത്.
ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കാണ് ഇനി ചക്ക ചേർക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കുക്കറിൽ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് അങ്ങനെ തന്നെ ഇടുകയാണ്. ഇതിലേക്ക് അങ്ങ് ചേർത്ത് 2 കുക്കറിലാണ് നമ്മൾ വേവിച്ചത്. നമ്മൾ നന്നായി ഒന്ന് ഇളക്കി. ഒന്നാമത്തെ കുക്കറിലുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കുക്കറിലുള്ളതും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായി നമ്മളൊന്ന് ഒതുക്കിയെടുക്കണം. ഇളക്കി നമ്മളത് യോജിപ്പിക്കണം. അതിൻ്റെ അരപ്പും അതുപോലെ തന്നെ ചക്കയും കൂടി നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കണം. ഈ ചക്കക്കുരുവൊക്കെ ഇടയിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടു, ചക്കക്കുരുവും കൂടി നമ്മളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചുള മാത്രമല്ല, ചക്കക്കുരുവും കൂടി ഉണ്ട്. ഗൈസ് കണ്ടോ, നമ്മളിതാ നന്നായിട്ട് ചക്ക ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് എനിക്കറിയില്ല, എന്നാലും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നന്നായി നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി.